എനിക്ക് ഇച്ചിരി കൂടി തണുക്കണം. തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴേ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ബാച്ചിലേഴ്സ് എങ്ങനെയാണ് ഇപ്പി കെറ്റിൽ ഉണ്ടാക്കണമെന്ന് നോക്കാം. മാഗി അല്ല, ഇപ്പിയാണ്. മാഗി ഞാൻ ട്രൈ നോക്കി, മാഗി എത്ര വർക്കൗട്ടായില്ല. പക്ഷേ ഇപ്പി നമുക്ക് കെറ്റിൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. 2-3 മിനിറ്റ് അതിനകത്തേ എടുത്തുള്ളൂ. കെറ്റിലാകുമ്പോൾ നല്ല പെട്ടെന്ന് തിളയ്ക്കും. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കെറ്റിൽ വേണം, പിന്നെ കട്ട് ചെയ്യാനായിട്ട് പിച്ചാത്തി കൈ കൊണ്ടും കീറണം, പിന്നെ ഒന്ന് ഇളക്കാനായിട്ടൊരു സ്പൂണ്, കുറച്ച് വെള്ളം, അതേപോലെ ഇപ്പി. ഇത്രയും ഇടുന്നില്ല, ഇത് 2 എണ്ണം എടുത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ക്യാമറ തിരിച്ച് കാണാം. നമുക്ക് കെറ്റിൽ കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം കെറ്റിലേക്ക് നിങ്ങൾ കെറ്റിലെ വെള്ളം തിളയ്ക്കുന്നതിൻ്റെ ഒരു അളവ് അറിയാമല്ലോ, ആ രീതിക്ക് വെള്ളം ചേർത്താൽ മതി. അതായത് ഒരു 250 ml അടുപ്പിച്ച്, കുപ്പിയുടെ സൈസ് നോക്കണം. കുപ്പി നോക്കുകയാണെങ്കിൽ 250 ml അല്ല, ഒരു 300 ml. ഓക്കെ, ഇത്രയൊക്കെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പറ്റില്ല. സോറി, അപ്പോൾ 250 പറ്റില്ല. ഈ ഒരു റേഞ്ചിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരു 2 ഇപ്പി നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇപ്പി കട്ട് ചെയ്ത് ഇതിലിടാം. അപ്പം അത് ഞാൻ സിംഗിളായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് വെച്ച് പാടാം. സോ ഞാൻ കട്ട് ചെയ്തിട്ടതിന് ശേഷം ബാക്കി ഒന്ന് തുറക്കാം. അപ്പോൾ നമ്മൾ ഇട്ടു, എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റി. ഞാൻ പറഞ്ഞത് 250 ml ഇട്ടാൽ നമുക്ക് നോർമലി 1.5 മാഗി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൂടിപ്പോയി. വെള്ളം കളയാനായിട്ട് നിന്നില്ല, പക്ഷെ നല്ല വിശപ്പുണ്ടായിട്ട് ഞാൻ 3 എണ്ണം ആഡ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് 2 എണ്ണമൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾ 300-350 ആണ്. ഒരു കാരണവശാലും 1 ലിറ്റർ വെള്ളത്തോടെ പോകരുത്. കാരണം അതാകുമ്പോൾ വെള്ളം തിളയ്ക്കാനുള്ള ഡിലേ വരും, മാത്രമല്ല കുഴാതെ കിടക്കും. അത് ഇഷ്ടമുള്ളവർക്ക് ആ രീതിക്ക് ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് അത്യാവശ്യം ഈ രീതിക്ക് കിടക്കണം. അപ്പോൾ ഇത് നമുക്ക് നോക്കാനായിട്ട് ഒരു വെള്ളം ഈ ഒരു റേഞ്ചിലേ വരാവുള്ളൂ. ഞാൻ അത്യാവശ്യം പൊടിക്കാതെ ഇട്ടത്. അപ്പം നിങ്ങൾക്കത് കാണാനായിട്ട് വരാം. ഞാൻ പൊടിച്ചിട്ടില്ല, കാരണം നല്ല രീതിക്ക് ലൂസായിട്ട് വരും. എൻ്റെ ഈ സ്പൂണൊക്കെ ഉള്ളൂ, ബാച്ചിലർ ആണെങ്കിൽ. അപ്പം നമുക്കിനി ഇതിലോട്ട് നോക്കാം. നോർമലി വെച്ചങ്ങ് തിളപ്പിച്ചെടുക്കുമല്ല, നോർമലി വെച്ച് തിളപ്പിച്ചെടുത്താൽ കുളമാവും. അപ്പോൾ നമുക്ക് കെറ്റിൽ ആദ്യം വെച്ച് അതിനുശേഷം നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാം. കെറ്റിലിൽ വെക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കെറ്റിൽ വെച്ചു, കെറ്റിൽ സ്റ്റാർട്ടാക്കി. ഇനിയിപ്പോൾ ഒരുപാട് നേരമൊന്നും ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല. കെറ്റിലൊന്ന് വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കാം. ഓക്കെ, നിങ്ങൾ കെറ്റിൽ വെച്ച് കെറ്റിൽ സ്റ്റാർട്ടാക്കി. ഏകദേശം ഒരു എത്ര മിനിറ്റാണ്, ഒരു 2-3 മിനിറ്റ്സ് എടുക്കും വെള്ളം തിളയ്ക്കാനായിട്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ എളുപ്പമാണ്. സോ എനിക്കിപ്പോൾ ഇച്ചിരി ഡിലേ വന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം എടുത്ത് 1 ലിറ്റർ ആക്കി. 1 ലിറ്റർ വെള്ളം തിളയ്ക്കാൻ അപ്രോക്സിമേറ്റ്ലി ഒരു 2.5 മിനിറ്റ്സ് ഒക്കെ എടുക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ വെള്ളം കുറച്ച് വെക്കുക, അതേപോലെ കണ്ടന്റ് കുറച്ച് വെക്കുക. ഇപ്പം ഇനിയിപ്പം വെള്ളം തിളച്ചിട്ട് ബാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ കെറ്റിൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, അല്ലെങ്കിൽ കെറ്റിൽ ഓഫായി കറക്റ്റ് സമയത്ത്. അപ്പോൾ ഒരു വട്ടം കെറ്റിൽ തിളച്ചു. കെറ്റിൽ തിളച്ച് കഴിഞ്ഞാൽ കെറ്റിൽ നേരെ ഇങ്ങനെ എടുക്കുക. കെറ്റിൽ എടുത്തതിന് ശേഷം ഇപ്പോൾ റെഡി ആയിട്ടുള്ള നമ്മുടെ സാധനം നമ്മൾ ജസ്റ്റ് എടുത്ത് നമ്മൾ സ്പൂൺ ഉണ്ടല്ലോ, നമ്മൾ ആ സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കുക. ഫുള്ളൊന്ന് ഇളക്കണം, കാരണം ഒന്നും ആയി കാണത്തില്ല, എവിടെയൊന്നും ആയി കാണില്ല. സോ ഒന്ന് ഇളക്കി ഇതൊന്ന് വെള്ളത്തിന് അടി കൊടുക്കുക. എന്നാൽ മാത്രമേ മാഗി കറക്റ്റ് അടി ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഒരു ഇച്ചിരി നേരം കറത്ത് നമുക്ക് തലവേദനയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അടിച്ചു കേട്ടോ. സംഭവം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. പക്ഷേ ചിലരുണ്ടാക്കി യൂട്യൂബിലൊക്കെ ഇട്ടേക്കുന്നുണ്ട്, അവർ ഒറ്റ രീതിയിൽ എടുക്കും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ആ ടേസ്റ്റ് കിടത്തില്ല. ഞാൻ ചെയ്ത് നോക്കി, എനിക്ക് ഇപ്പിയാണ് കുറച്ചുകൂടി ഇഷ്ടം. നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഇപ്പിയിൽ മസാല ഉണ്ട്, പക്ഷേ ഇപ്പിയിലല്ല, മാഗിയിൽ മസാലയുണ്ട്. പക്ഷേ ഇപ്പിയിൽ ക്രിസ്പ്നെസ് കിട്ടാനായിട്ട് അവർ ഈ പറഞ്ഞ ചില ഇത് ചേർക്കും, വെജിറ്റബിൾസില്ല. ഓക്കെ, ഒന്ന് ഇളക്കി തന്നെ ഈ പരിവാക്കി നോക്കുക. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി തിളപ്പിക്കാം. അധികം നേരം ഒന്നും എടുക്കത്തില്ല. ഇപ്പോൾ എടുത്തേക്കാളും എന്ത് പറഞ്ഞേ, അതിൻ്റെ ഒരു 10% ജസ്റ്റ് ഉണക്കുക. ഐ മീൻ പെട്ടെന്ന് റെഡിയാവും. പെട്ടെന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഇപ്പോൾ അതുകൂടി ഒന്ന് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല പോകുക കണ്ട, ഏകദേശം ഒരു 10-20 സെക്കൻഡ് ആ പോയി. അതാണ് നമുക്ക് വേണ്ടത്. അടിയിലുള്ള വെള്ളം അല്ലെങ്കിൽ തിളച്ചെടുക്കും. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആവുക. നല്ല എനിക്ക് പോകുന്നുണ്ട, കരിയൊന്നുമല്ല, കറക്റ്റ് എനിക്ക് വെള്ളം നമ്മൾ വെച്ചേക്കണം. സോ കരിയൊന്നുമല്ല, ആ വെള്ളം തിളയ്ക്കുന്നില്ല. ഓക്കെ, നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് എടുക്കുക, ജസ്റ്റ് ഒന്ന് ആട്ടുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പി റെഡിയായി. കണ്ട, കറക്റ്റ് പരുവം. എനിക്ക് ഈ രീതിക്കാണ് വേണ്ടത്. ഒരു തുള്ളി വെള്ളം വേസ്റ്റ് ആയിട്ടില്ല, ഒരു തുള്ളി വെള്ളം നമ്മുടെ അടുത്ത് വേസ്റ്റ് ആയിട്ടില്ല. നമുക്ക് ഈ ഒരു കുഴവഴാന്നും അല്ല ഇരിക്കുന്നത്, കഴിക്കാൻ പറ്റിയ പരുവത്തിൽ. ഇതിൻ്റെ ആ ഒരു എനിക്ക് ഇച്ചിരി കൂടി തണുക്കണം. തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴേ ആ ഒരു ടേസ്റ്റ്. അപ്പം ഇത്രയും എളുപ്പമാണ് ഉണ്ടാക്കാൻ. വെള്ളത്തിൻ്റെ അളവാണ് നമുക്ക് മാച്ച് ആവേണ്ടത്. വീഡിയോസ് ലെങ്തായി പോയി കാണും. അപ്പം ബാച്ചിലേഴ്സിന് എളുപ്പത്തിലുണ്ടാക്കുക. നിങ്ങൾ പറ്റുന്നത് മാഗി ഒഴിവാക്കി തിരിച്ച് ട്രൈ ചെയ്യണം. ഇപ്പം ഇത് കേട്ടോ, ഞാൻ കാണിച്ചില്ലേ കണ്ടോ, ഈ ക്യാരറ്റും അതേപോലെ ഈ ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസ്, വെജിറ്റബിൾസിൻ്റെ ഒരു ഐറ്റം ഫ്രൈഡാണ്, അടിപൊളി ടേസ്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് തണക്കണം. ഫാൻ്റെ കീഴിൽ തന്നെ ഇരിക്കുന്നത്. ഞാൻ കഴിക്കാം. ഞാൻ ഇതിൽ തന്നെയാണ് കഞ്ഞിയും പയറും ഉണ്ടാക്കുന്നത്, പൊടിയരി കഞ്ഞിയും അങ്ങനെ എല്ലാം ഈ കെറ്റിലിൽ തന്നെയാണ്. കെറ്റിലിൽ ചായ ഉണ്ടാക്കാൻ പറ്റും. ഇത്ര പേർക്ക് അറിയാമെന്നൊന്നും അറിയില്ല. കട്ടൻ ചായ അല്ല, ചായ. ആ പാലിൻ്റെ അളവ് അറിഞ്ഞ് ഉണ്ടാക്കാൻ പറ്റും. അത് വീഡിയോ വേണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇപ്പിയാണോ ഇഷ്ടം, മാഗിയാണോ ഇഷ്ടം, ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പം ബൈ.